കൂട്ടുകാരെ, നമുക്കിന്ന് ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്ക് വെജിറ്റബിൾ ബർഗർ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 4 ബന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇച്ചിരി വലുപ്പമുള്ള ബന്ന് വേണം വാങ്ങാൻ. ഈ ബർഗർ ബന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ബന്നിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനം റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ മക്കളാ. പൊടി പൊടി പോലെ ഉടയ്ക്കണം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഉടച്ചെടുക്കണം. ഒരു കഷ്ണം പോലും ഇല്ല ഇതിൽ, കണ്ടില്ലേ. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിനി 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് 1 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരട്ടെ. വല്ലാതെ വാടണ്ട കേട്ടോ മക്കളെ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഉള്ളി. നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇങ്ങനെ വാടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, പച്ചമുളകിൻ്റെ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മക്കളെ, ഉപ്പിടുമ്പോൾ നമ്മളിടുന്ന പച്ചക്കറിക്കും ഉരുളക്കിഴങ്ങിനും പാകത്തിന് ഉപ്പിടണേ. പിന്നെ പച്ചക്കറി ഇട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കിയിട്ട് മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. നമ്മൾ മസാല ഇട്ട് ഇളക്കുമ്പോൾ മീഡിയം തീയെ വെക്കാവേ. വല്ലാതെ തീ വെച്ചാൽ പച്ചമണം മാറില്ല, പക്ഷെ കരിഞ്ഞു പോവും. അങ്ങനെ മസാലയുള്ള പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു കഷ്ണം കോളിഫ്ലവർ അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. പച്ചപ്പട്ടാണി കുതിർത്തി പുഴുങ്ങി വെച്ചതാ, അതുകൂടി ഇട്ട് കൊടുക്കാം. ക്രീം പീസാണ് കേട്ടോ. ഇനി നമുക്കിതിലൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് ഇച്ചിരി വെന്ത് വരട്ടെ. ഇനി നമുക്കിത് വേഗം വേകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് പരത്തിയിട്ടൊന്ന് കൂട്ടി വെക്കാം. കൂട്ടി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടില്ലേ, വെള്ളമൊന്നുമില്ലാതെ നല്ല വറ്റിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വെള്ളമൊന്നുമില്ല ഇതിൽ. വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, സൂന്ന് കേൾക്കണ വെള്ളം ഇല്ലാത്ത വറ്റിയിട്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ മസാല ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഒന്ന് ചൂടാറട്ടെ. അങ്ങനെ നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് എല്ലായിടത്തും ആവേണ്ട രീതിയിൽ വേണം കുഴയ്ക്കാൻ കേട്ടോ. നമുക്കിനി ഇത് ഉരുട്ടിയിട്ട് ബന്നിൻ്റെ വലിപ്പത്തിലുള്ള കട്ട്ലേറ്റ് പോലെ ആക്കിയെടുക്കാം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി വെക്കുക. ഇങ്ങനെ ആക്കാൻ പറ്റണില്ലെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടി ഇട്ടിട്ട് ഒന്ന് കട്ടിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റും. ഇത് കണ്ട ഇങ്ങനെ ആക്കിയെടുക്കുക.
നമുക്കിനി ഇതൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് മൈദപ്പൊടി കലക്കിയെടുക്കാം. നമുക്ക് അതിന് വേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഈ പൊടിയുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിട്ടൊന്ന് കലക്കി കൊടുക്കാം. കട്ടിക്കാണ് കലക്കിയെടുക്കേണ്ടത് കേട്ടോ മക്കളെ. ഇതേപോലെ കട്ടിയായിട്ട് വേണം കലക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ്. അത് ഞാനിതാ ബ്രെഡ് വാങ്ങി പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമ്മൾ പൊരിക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മളിനി പരത്തി വെച്ച മസാല എടുത്തിട്ട് ഒന്ന് ഇതിൽ മുക്കുക. നമ്മൾ കലക്കി വെച്ച മൈദപ്പൊടിയിലാണ് കേട്ടോ. ഇത് മുക്കിയിട്ട് ഈ ബ്രെഡ് പൊടിയിലിടുക. ഇനി നമുക്ക് എണ്ണയിൽ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ആദ്യമായിട്ടതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കൂടി ഒന്ന് ആവട്ടെ, എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എണ്ണ നല്ല തിളച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ മക്കളെ. നമുക്കിനി ഇത് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 എണ്ണമ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. 2 സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിനി എടുക്കാം, ഒന്നൊന്നായിട്ട് എടുക്കാം. പാത്രത്തിലേക്ക് വെക്കാം. ഇതും കൂടി എടുക്കാം. ഇതും പാത്രത്തിൽ വെക്കാം. ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് തന്നെ ആ ചൂടിൽ നന്നായിട്ട് ചീസ് ഒന്ന് ലെവലായി വരട്ടെ. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ എല്ലാതും പൊരിച്ച് കഴിഞ്ഞു. അതിൻ്റെ മേലെ ചീസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ 4 ടേബിൾ സ്പൂണ് മയോണൈസ് എടുക്കുകയാണ്. ഞാനിവിടെ ഒരു വെറൈറ്റി സോസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മക്കളെ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. 2 ടേബിൾ സ്പൂണ് തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ചില്ലി സോസും കൂടി ഒഴിക്കാം. ഇനി നമുക്കിതെല്ലാം അതും പാടെ ഒന്ന് മിക്സാക്കാം. കണ്ടില്ലേ, കളറൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഈ സോസ് ഇതിൻ്റെ കൂടെ മാത്രമല്ല, പൊരിച്ച് തിന്നുന്ന എന്ത് സാധനത്തിൽ കൂട്ടിയാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബന്ന് ഒന്ന് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, 2ആയിട്ട് മുറിച്ചെടുത്ത്. ഇനി നമുക്ക് ചൂടായ ഒരു പാത്രത്തിലേക്ക് ഈ നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് പരത്തി പാത്രത്തിൻ്റെ എല്ലായിടത്തും ആവട്ടെ. നമുക്ക് ഈ ബന്ന് ഒന്ന് ഇതിൽ ചൂടാക്കി എടുക്കാം. ഇങ്ങനെ വെക്കാം. ഇനി നമുക്കിത് എടുക്കാം. ഇത് കണ്ടില്ലേ, ഈ കളറായാൽ മതി കേട്ടോ മക്കളെ. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ബർഗറിന് വേണ്ട എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. നമുക്കിനി ബന്നിൻ്റെ 2 സൈഡ് നമ്മൾ ഉണ്ടാക്കിയ സോസ് പുരട്ടി കൊടുക്കാം. രണ്ടെണ്ണത്തിലും തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു കഷ്ണം ക്യാബേജിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം.
ഇനി നമുക്കിതിൽ 2 കഷ്ണം തക്കാളി വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ 2 ഉള്ളിയും കൂടി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ പൊരിച്ച് വെച്ച കട്ട്ലേറ്റും കൂടി ഇതിൽ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, സീസൊക്കെ ഉരുകി പരന്ന് നന്നായിട്ടായിട്ടുണ്ട്. ഇതിലിനി വെച്ചിട്ട് ഇനി നമുക്ക് ഇതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഈ കോലൊന്നിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പം നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ബർഗറൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. നമുക്കൊരെണ്ണം കഴിച്ചു നോക്കിയാലോ? ഇതിലൊരെണ്ണം തിന്നി നോക്കാം. സൂപ്പറാണ് കേട്ടോ. നമ്മളുണ്ടാക്കിയ ബർഗർ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബർഗറാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾ പറയല്ലേ എനിക്ക് ബർഗർ വേണമെന്ന്. അപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ ഇതേപോലെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാൽ മക്കൾക്ക് വലിയ ഇഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.